കാഞ്ചിയാറിൽ അമ്മയ്ക്കൊരു കരുതൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വരുമാനക്കുറവുള്ള കുടുംബങ്ങളിലെ 40-നും 60-നും വയസ്സിനുവേണ്ടി പ്രായമുള്ള സ്ത്രീകൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയും കാഞ്ചിയാർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്നാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്ത്രീകളുടെ യൂട്രസ്, സെർവിക്കൽ, ഓവറേറിയൻ ക്യാൻസറുകൾ, അനിയന്ത്രിതമായി രക്തസ്രാവം എന്നീ രോഗങ്ങൾക്ക് നിർണ്ണയിക്കാനുള്ള പരിശോധന എന്നിവ നടന്നു. VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകി. രോഗം സ്ഥിരീകരിക്കുന്ന BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലേക്ക് ഷോർ ആശുപത്രിയുടെ കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയുടെ സൗജന്യ ശസ്ത്രക്രിയ ലഭ്യമാകും. BPL കാർഡില്ലാത്തവർക്ക് കുറഞ്ഞ നിരക്കിൽ ചികിത്സ നൽകും. ലേക്ക് ഷോർ ആശുപത്രിയുടെ അമ്മയ്ക്കൊരു കരുതൽ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. സംസ്ഥാനത്തുടനീളം 5000 വനിതകളെ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും 500 പേർക്ക് അടിയന്തര ശസ്ത്രക്രിയ ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിലെ കുടിയേറ്റ ജനങ്ങൾക്കായി നടത്തുന്ന ഇത്തരത്തിലുള്ള ആരോഗ്യ ക്യാമ്പുകൾ മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷേ ഒരു ദൈവാനുഗ്രഹമായിരിക്കും നമ്മുടെ നാടും ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ സമ്പദ്ഘടനയും നമ്മുടെ പ്രവർത്തനവും ഒരുപക്ഷേ മറ്റ് ടൗൺഷിപ്പുകളെയോ മെട്രോപൊളിറ്റൻ സിറ്റികളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ യാതൊന്നും പരിഗണിക്കാൻ കഴിയുന്ന സ്ഥിതിയുള്ളതല്ല. അനുദിനമായ ജോലിയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും. ലേക്ക് ഷോർ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ S മുനിസ്വാമി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഐശ്വര്യ, പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ലിൻസി ജോർജ്, ഡോക്ടർ കീർത്തി AP, അസോസിയേറ്റ് കൺസൾട്ടന്റ് അനു S കടയത്ത്, PTA പ്രസിഡന്റ് പ്രിൻസ് മോൻ മറ്റപ്പള്ളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.